റമദാൻ നമ്മളൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഫ്ലൈറ്റ് അതിൻ്റെ യാത്ര തുടങ്ങുമ്പോൾ എയർപോർട്ടിൽ പോയ ആളുകൾക്ക് കേൾക്കാൻ കഴിയും അനൗൺസ്മെന്റ്, ഇന്ന അത്ര നമ്പർ ഫ്ലൈറ്റ് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന സമയത്ത് ഇത്ര ദൂരം സഞ്ചരിച്ച് സമയമെടുത്ത് പോകാൻ റെഡിയായിരിക്കുന്നു എന്ന്. നാം ഇതാ ആ യാത്ര സഞ്ചാരം ആരംഭിച്ചു. നമ്മൾ പോകേണ്ടത് ഈ ഫ്ലൈറ്റ് നമ്പർ 1447. മനസ്സിലായല്ലോ അല്ലേ? യാത്രാ ദൈർഘ്യം 29 ദിവസമോ 30 ദിവസമോ ആണ്. ഒരു ദിവസത്തെ യാത്രാ സമയം 13 മണിക്കൂർ. മനസ്സിലായോ? 5:30 മുതൽ 6:30 വരെ 13 മണിക്കൂർ. 29 ദിവസമെടുത്ത് പോകേണ്ട ലക്ഷ്യസ്ഥാനം പരലോകത്തെ സ്വർഗമാണ്. അൽഹംദുലില്ലാഹ്. ഈ സ്വർഗത്തിലേക്ക് തയ്യാറായി കച്ചകെട്ടി അതിനുവേണ്ടി സന്നദ്ധരായി യാത്രയിൽ ആ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുകയാണ് ഈ 10 ആളുകൾ. നിങ്ങളെയും കൊണ്ട് നമുക്ക് പോകണം. ഏതാണ് ഫ്ലൈറ്റ്? പ്രിയ ശ്രോതാക്കളെ, റമദാൻ വിമാനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വിമാനം വർഷത്തിലൊരിക്കൽ മാത്രമാണ് സഞ്ചരിക്കുക. നമ്പർ 1447. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കാണ്. 29 മുതൽ 30 വയസ്സ് വരെ 30 ദിവസം വരെ, ഒരു ദിവസം 13 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെ. പക്ഷേ ഈ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫ്ലൈറ്റിൽ കയറിയാൽ അവർ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഈമാൻ തഖ്വ എന്ന സീറ്റ് ബെൽറ്റ് ഇടണം. ഈമാനും തഖ്വയും ചേർന്നിട്ടുള്ള സീറ്റ് ബെൽറ്റാണ് നിങ്ങൾ ഇടേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ കുടുംബബന്ധം, സ്നേഹം, കരുണ, കൃത്യനിഷ്ഠയിൽ നമസ്കാരം, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, ഇവയൊക്കെ കൂടെ കരുതിയിട്ടേ നിങ്ങൾ യാത്രയിൽ കയറാവൂ. ഇതുണ്ടെങ്കിലേ യാത്ര നിങ്ങൾക്ക് ഉപകാരപ്പെടൂ. തെറ്റുകളും നിഷിദ്ധങ്ങളും സംശയ സാധ്യതയുള്ളതിൽ നിന്നും വിട്ടുനിന്നാലേ ഈ യാത്ര സഫലമാകുകയുള്ളൂ. യാത്രയിൽ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും മൂല്യവത്തായ പ്രവൃത്തികളും നിങ്ങൾ അത് കൂടെ കരുതണം നിങ്ങളുടെ യാത്ര സുഗമമാകാൻ. യാത്രയുടെ ലീഡർ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പറയുന്നതനുസരിച്ച് ആ ലീഡർ എന്താണോ, നിങ്ങൾ എങ്ങനെയാണോ ഗൈഡ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് നിങ്ങൾ പോകേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനായി, അഥവാ എത്തേണ്ടുന്ന സ്വർഗത്തിന്റെ സ്ഥാപനായ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനായി ഈ റമദാനിൽ നിങ്ങൾ ക്ഷമയോടെ ജീവിക്കണം. ജീവിത വിശുദ്ധി എത്രമേൽ നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയുമോ അത് നടത്തണം. അതുകൊണ്ട് ഞാൻ ഈ യാത്ര, ഇവിടെ ആരംഭിച്ച യാത്ര ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല റമദാൻ ആകട്ടെ നിങ്ങൾക്ക് എന്ന് ആശംസിക്കുന്നു. ഈ യാത്ര സുഗമമായി ക്യാപ്റ്റൻ അതിൻ്റെ യാത്രികരോട് പറയുന്ന വർത്തമാനമാണ്. നിങ്ങൾക്കൊണ്ട് ശുഭയാത്ര നേർന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ റമദാനിനെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും തൻ്റെ ആയുസ് നീട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആയുസ് നീട്ടിത്തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. എൻ്റെ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ മാത്രമേ തൻ്റെ ജീവിതം റമദാനിൽ കൂടെ എത്തണേ എന്ന് പ്രാർത്ഥിച്ച അനുഭവമാണ്. വേറെ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടില്ല. അതെ, റമദാനിൽ എത്തിക്കണേ എന്ന പ്രാർത്ഥന ആ പ്രവാചകൻ റമദാനിന്, ശഅബാനിന് അല്ലെങ്കിൽ റജബ് മാസത്തിൽ അദ്ദേഹം തുടങ്ങുമായിരുന്നു എന്ന്. ആ റമദാനിൽ എന്തോ പ്രത്യേകതയുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുക. ഈ റമദാൻ എന്നത് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ നോക്കിയേ, കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു റമദാൻ സന്ദേശം നൽകാൻ നിങ്ങളെപ്പോടൊപ്പം വേറെ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരെ ഇവിടെ ശൂന്യമാണ് അവരുടെ സാന്നിധ്യം. അവർക്ക് ഈ റമദാൻ അല്ലാഹു കൊടുക്കാതെ നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ഈ റമദാനിൽ ജീവിക്കാനുള്ള ആയുസ് നീട്ടിത്തന്നു എന്ന് പറഞ്ഞാൽ നാം ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിരിക്കും. അല്ലാഹു രാപ്പകലുകളിൽ ഏറ്റവും നല്ല സമയത്തെ തിരഞ്ഞെടുത്തിട്ടാണ് നമസ്കാരം 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയത്.
ആഴ്ചയിൽ ഏറ്റവും നല്ല ദിവസത്തെ തിരഞ്ഞെടുത്തിട്ടാണ് ജുമാ നിർബന്ധമാക്കിയത്. മാസത്തിൽ ഏറ്റവും വിശുദ്ധമായ ശ്രേഷ്ഠമായ ഒരു മാസം തിരഞ്ഞെടുത്താണ് അള്ളാഹു നമുക്ക് റമദാൻ എന്ന വിശുദ്ധിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം തന്നിരിക്കുന്നത്. ദിവസത്തിലെ 5 നേരത്തെ നമസ്കാരം ശ്രേഷ്ഠകരമായ സമയം, ആഴ്ചയിലെ വെള്ളിയാഴ്ച അതിശ്രേഷ്ഠകരമായ വിശ്വാസികളുടെ ആരാധനയുടെ അനുഷ്ഠാനത്തിന്റെ ആഘോഷത്തിന്റെ ദിവസം, വർഷത്തിലൊരിക്കൽ റമദാനിന്റെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം. ഇതിൽ പരം മറ്റൊന്ന് നമുക്ക് വേണം. റമദാൻ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത മാസമാണ് റമദാൻ. എൻ്റെ പുണ്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ മലക്ക് ജിബ്രീൽ വന്ന് ഓതിക്കൊടുത്ത ആദ്യത്തെ ആയത്ത് ഈ വിശുദ്ധ റമദാനിലായിരുന്നു എന്നതാണ്. ലൈലത്തുൽ ഖദ്റിലായിരുന്നു, ലൈലത്തുൽ ഖദ്ർ കൂടെ ഉൾപ്പെടുന്ന ഒരു ദിനത്തിലായിരുന്നു എന്നതാണ് ഈ റമദാൻ നോമ്പിന് വേണ്ടി തിരഞ്ഞെടുത്തത്. വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നതിൻ്റെ ആഘോഷങ്ങളാണ് നാം വർഷം തോറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1447 വർഷമായി മുസ്ലിം സമൂഹം അണമുറയാതെ അനുഷ്ഠിച്ച് ആചരിച്ച് ഭക്തിയോടെ വിശുദ്ധിയോടെ തൻ്റെ നാഥന്റെ കൽപ്പനകൾ എൻ്റെ പുണ്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴികളിലൂടെ ഈ മുസ്ലിം 1447 വർഷമായി അണമുറിയാതെ ലോകത്തിൽ 200 കോടി മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അതിൽ ഒരു കണ്ണിയാകാൻ ഭാഗ്യം കിട്ടിയ ഞാനും നിങ്ങളും, അതിൽ ആയുസ് നീട്ടിത്തന്ന് അതിൽ കൂടെ ജീവിക്കാൻ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹം വളരെ നാം എത്രമേൽ നന്ദി പറഞ്ഞാലും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളിൽ നിന്ന് നമുക്ക് ഒരു റമദാൻ കൂടെ കിട്ടിയത് നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. മുഹമ്മദ് മുസ്തഫക്ക് പ്രവാചകനായി തിരഞ്ഞെടുത്ത ദിവസം അത് റമദാനാണ്. ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു മാസം അത് റമദാനാണ്. അല്ലാഹുവിനും പ്രവാചകനും 12 മാസങ്ങളിൽ ഇഷ്ടപ്പെട്ട മാസം അത് വിശുദ്ധ റമദാനാണ്. അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത് മാത്രമാണ് ഞാനിത്. ഞാൻ ആത്മീയതയിലോട്ട് ഭൗതികതയിലേക്ക് വരട്ടെ. റമദാൻ എന്നത് നോമ്പിന് നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്? നോമ്പിന് നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്? നമുക്കൊരു ആത്മപരിശോധന നടത്തിയാലോ? ഫ്രൂട്ട്സും കരിച്ചതും പൊരിച്ചതും വിഭവസമൃദ്ധമായത്. നോമ്പ് എന്ന് പറഞ്ഞാൽ, റമദാൻ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കലാണ് എന്നാണ് പറയാം, അഥവാ ഭക്ഷണം കഴിക്കാതിരിക്കലാണെന്ന് പറയാം. പക്ഷേ ഭക്ഷണം കഴിക്കാതെ 10-13 മണിക്കൂർ ഇരുന്നിട്ട് പിന്നെ അതിനോടൊരു പോരാട്ടമാണ്. പിന്നീട് അതുവരെയുള്ള ദേഷ്യം മുഴുവൻ തീർക്കാനുള്ള ആ വട്ടിമേശക്ക് മുമ്പിലിരുന്ന പേക്കൂത്താണ്. വാരി വലിച്ച് ഒന്ന് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും മറ്റത് ടേസ്റ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ടേസ്റ്റ് ചെയ്ത് ഏതാണ് എടുക്കേണ്ടത്? ആ വല്ലാത്ത ആർത്തി നമ്മുടെ തീമേശകളിൽ കറങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എൻ്റെയും നിങ്ങളുടെയും നോമ്പ് യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണോ വേണ്ടത്? സത്യത്തിൽ നാം എങ്ങനെയാണ്? റമദാനിലും മറ്റു മാസങ്ങളിലും എങ്ങനെയാണെന്നൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. നിങ്ങൾ അടുക്കളയിൽ റമദാനിൽ നിങ്ങൾക്ക് പണി കുറവാണോ കൂടുതലാണോ? പകൽ കുറവാണ്, പക്ഷെ വൈകുന്നേരം കൂടുതലാണ്. നിങ്ങൾക്ക് ചെലവ് റമദാനിൽ കൂടുതലാണോ കുറവാണോ? ഭർത്താവ് ഗൾഫിലുള്ള ആളുകൾക്ക് സ്പെഷ്യലായി റമദാൻ സ്പെഷ്യൽ പണം അയച്ചു കൊടുക്കാറില്ലേ? എന്തിനാണത്? റമദാനിൽ ഭക്ഷണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ചെലവ് കൂടുന്നത് വിരോധാഭാസമല്ലേ? നാം റമദാനോട് കാണിക്കുന്ന വല്ലാത്ത ഒരു വിപ്രതിപത്തിയാകില്ലേ അത്? തീറ്റ നിങ്ങളുടേത് നമ്മുടേത് കൂടുതലാണോ കുറവാണോ? ഞാൻ ചിന്തയ്ക്ക് വേണ്ടി, ആലോചനയ്ക്ക് വേണ്ടി ഇട്ട ചില കാര്യങ്ങളാണ്. നിങ്ങൾ റമദാനിൽ നോമ്പ് നോൽക്കണമെന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിനാണ്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ സാധ്യമാകുന്നത് അത് വയറിനെ നിയന്ത്രിക്കുമ്പോഴാണ്. ആരോഗ്യമുണ്ടാകുന്നത്, ഏറ്റവും വലിയ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് എന്ന് എൻ്റെ പുണ്യപ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആ പുണ്യപ്രവാചകന്റെ കാലത്ത് ഒരു സംഭവം കൂടെ പറയാം. മദീനയിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കെ പുറം നാടിൽ നിന്ന് ഒരു വൈദ്യൻ വന്നു നാട്ടിലെ ആളുകൾക്ക് ചികിത്സിക്കാൻ. ആ ചികിത്സ നടത്താൻ അദ്ദേഹം അവിടെ വന്നിരുന്നപ്പോൾ വളരെ അപൂർവം ചില രോഗികൾ മാത്രമേ വരുന്നുള്ളൂ. കുറേ മാസങ്ങൾ ഇരുന്നിട്ട് അവസാനം അദ്ദേഹം നിരാശനായി.
തൻ്റെ പണി ഇവിടെ നടക്കുന്നില്ല എന്ന് കണ്ട് അവസാനം പ്രവാചകനോട് പറഞ്ഞ് ഞാൻ ഈ നാട് വിടുകയാണ് എന്ന് പറഞ്ഞു. എന്തേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കും ജീവിക്കേണ്ടതില്ലേ, നിങ്ങൾക്ക് മാത്രം മതിയോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്? അദ്ദേഹം ചോദ്യം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം? ഇങ്ങനെ അസുഖമില്ലാത്ത, വൈദ്യന് പണിയില്ലാത്ത ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അങ്ങനെയുള്ള ജീവിതം എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നഹ്നു ഖൗമുൻ, ഞങ്ങളൊരു സമൂഹമാണ്, ഞങ്ങൾ തിന്നാൽ വയറ് നിറയെത്തുന്നില്ല, വിശപ്പ് മാറില്ല ഞങ്ങൾക്ക്. അവിടെ വെച്ച് അവസാനിപ്പിക്കും. വിശപ്പ് മാറാതെ വയറ് നിറയാതെ ഭക്ഷിക്കുന്നതാണ്, അങ്ങനെ ആഹാരം ക്രമപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ആരോഗ്യം ഇത്രമേൽ സൂക്ഷിച്ചു പോയി എന്ന്, എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സാന്നിധ്യമുള്ള മലബാർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ വിഭവസമൃദ്ധമായ ഹോട്ടലുകൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതേസമയം ആ നാടുകളിൽ എന്തുകൊണ്ടാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? രണ്ടിനും കണക്ഷൻ ഉണ്ട്. രണ്ടിനും കരിച്ചതും പൊരിച്ചതും, അറേബ്യനും അനറേബ്യനും, ഇന്ത്യനും ചൈനീസും നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ഒക്കെ ചേർന്നിട്ടുള്ള വിഭവങ്ങൾ കൂടുമ്പോൾ അത് സ്വാഭാവികമായും ആഹരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ. എൻ്റെ പുണ്യപ്രവാചകൻ നാട്ടിൽ നിന്ന് വൈദ്യനെ പറഞ്ഞു വിടുമ്പോൾ നാം നാട്ടിലേക്ക് വൈദ്യന്മാരെയും ആശുപത്രികളെയും കൊണ്ടുവരുന്നത് വിരോധാഭാസമാണ്. ആ പ്രവാചകന്റെ അനുയായിയാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നതിൽ നമുക്ക് ലജ്ജ വേണം. എൻ്റെ പ്രവാചകന്റെ നമസ്കാരത്തിന്റെ കൈകെട്ടെങ്ങനെ എന്ന് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, എൻ്റെ പ്രവാചകൻ എങ്ങനെയാണ് ഓരോ അനക്കവും അടക്കവും ചെയ്തത് എന്ന സുന്നത്ത് അന്വേഷിക്കുമ്പോൾ, അതേ സമയത്ത് ഭക്ഷണത്തിലെ സുന്നത്തിൻ്റെ നാം അന്വേഷിക്കാത്തത്? ആ പ്രവാചകന്റെ ജീവിതചര്യയിലെ സുന്നത്ത് എന്തുകൊണ്ട് ഞാനും നിങ്ങളും വിട്ടുപോകുന്നു എന്ന് ഞാൻ സമയം ഈ പറയുന്ന കുറച്ച് എടുക്കുന്നത് കൊണ്ട് ഇത് മാറ്റുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഒരു ഡയറക്റ്റ് ചോദ്യോത്തരം TV-യിലുള്ള ഒരു മുഫ്തി വന്ന് ഉത്തരം പറയുകയാണ്. ഒരു ചോദ്യങ്ങൾ നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരുന്നു. ഒരു ചോദ്യം, ആ ചോദ്യമാണ് ഈ മനുഷ്യനെ ലൈവായി നടക്കുമ്പോൾ തന്നെ പൊട്ടിക്കരയിപ്പിച്ചത്. എന്തായിരുന്നു ചോദ്യം എന്നറിയുമോ? ഒരു സൊമാലിയൻ യുവാവിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾക്ക് നാട്ടിൽ പട്ടിണിയാണ്, നോമ്പ് ഞങ്ങൾക്ക് വളരെ സൗകര്യമാണ്, പട്ടിണി കിടക്കാൻ നോമ്പ് വളരെ ഉപകാരപ്പെടുമല്ലോ. പക്ഷെ എൻ്റെ ചോദ്യം, ഈ നോമ്പ് കാലത്ത് നോമ്പ് ഒന്നും കഴിക്കാതെയാണ് ഞങ്ങൾ, അത്താഴം കഴിക്കാതെയാണ് നോമ്പ് നോക്കുക. പക്ഷെ തുറക്കാനും അങ്ങനെ ഒന്നില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തുടർച്ചയായി നോമ്പ് നോറ്റാൽ ശരിയാകുമോ? ഒന്നും കഴിക്കാതെ നോമ്പ് തുറക്കാതെ അടുത്ത നോമ്പിലേക്ക് പോകുന്നത് ശരിയാണോ എന്നതാണ് ആ മനുഷ്യന്റെ ചോദ്യം. പൊട്ടിക്കരഞ്ഞു പോയി. കഴിക്കാനില്ല സഹറിന്, അത്താഴത്തിന്. നോമ്പ് തുറക്കുമ്പോൾ ഇഫ്താറിനും ഒന്നുമില്ല. ഞങ്ങളുടെ നോമ്പ് ശരിയാകുമോ, അടുത്ത നോമ്പ് കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പൊട്ടിക്കരയുകയല്ലാതെ വേറെ ചെയ്യും. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഭക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. വേണ്ടതും വേണ്ടാതീനങ്ങളും കുത്തിത്തിരുകുന്നു കുട്ടികളുടെ വയറ്റിലേക്കും വായിലേക്കും, അവസാനം ചവറ്റുപട്ടയിലേക്ക് വലിച്ചെറിയുന്ന നാം ഈ സൊമാലിയെ പോലെയുള്ള, അല്ല കേരളത്തിൽ തന്നെ പലരുമുള്ള ആ കാര്യം ഓർക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നോമ്പുകാലം നമുക്ക് വിശ്രമകാലമാണോ? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. ഭക്ഷണം വിട്ടിട്ട് ആത്മീയത പറഞ്ഞു, ഭക്ഷണകാര്യം പറഞ്ഞു. നമ്മുടെ നോമ്പ്, യഥാർത്ഥത്തിൽ നോമ്പിന് നാം കൂടുതൽ ഉറങ്ങാറില്ലേ? കുറേ സമയം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും തളർച്ചയുടെ ഭാഗമായി. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും പുണ്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എങ്ങനെയായിരുന്നു എന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാം. പ്രവാചകൻ തൻ്റെ അനുചരന്മാരെ ചുറ്റുമിരുത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. മൻ അസ്ബഹ മിൻകും അൽ-യൗമ സായിമൻ. നോമ്പുകാരമല്ലാത്ത ഒരു കാലത്താണ് ചോദ്യം. ഇന്ന് നിങ്ങളിൽ സുന്നത്ത് നോമ്പനുഷ്ഠിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഒന്നാമനായ അബൂബക്കർ സിദ്ദീഖ്, അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് നോമ്പുകാരനാണ് പ്രവാചകരെ. വീണ്ടും പ്രവാചകന്റെ മറ്റൊരു ചോദ്യം, മൻ തബിഅ മിൻകുമുൽ യൗമൽ ജനാസ. ജനാസ പിന്തുടർന്ന, ഇന്ന് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി ശേഷക്രിയ ചെയ്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അപ്പോഴും അബൂബക്കർ,
അന യാ റസൂലല്ലാഹ്. പ്രവാചകന്റെ മൂന്നാമത്തെ ചോദ്യം, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, അഗതിക്ക് അന്നം കൊടുത്തവൻ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അന യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് അഗതിക്ക് അന്നം കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്റെ അടുത്ത ചോദ്യം, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, രോഗസന്ദർശനം നടത്തിയവർ ആരെങ്കിലും കൂട്ടത്തിൽ? അന യാ റസൂലല്ലാഹ്. അബൂബക്കറിന്റെ ഒന്നാമനായ മനുഷ്യൻ, എല്ലാറ്റിലും ഒന്നാമനായത് കൊണ്ടാണ് ആ മനുഷ്യൻ ഒന്നാം ഖലീഫയായി മാറിയത്. ഇത് കേട്ടപ്പോ പ്രവാചകന്റെ വാക്ക്, മജ്തമഅന ഫീ ഇംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന, നോമ്പ് നോറ്റ മനുഷ്യൻ ഒരു ദിവസം തന്നെ ചെയ്തു കൂട്ടിയ അനേകം കർമ്മങ്ങളുടെ കണക്ക് കേട്ടപ്പോ പ്രവാചകൻ പറഞ്ഞു പോയതാണ്. അഥവാ നോമ്പ് നോറ്റ ഒരു മനുഷ്യൻ വെറുതെ സമയം ചെലവഴിക്കുകയായിരുന്നില്ല, ഉറങ്ങിത്തീർക്കുകയായിരുന്നില്ല, ബടായികൾ പറഞ്ഞ് സമയം തള്ളി നീക്കുകയായിരുന്നില്ല, മൊബൈലിലൂടെ സമയം മാറ്റിവെക്കുകയായിരുന്നില്ല. ആ മനുഷ്യൻ ചെയ്ത നന്മകൾ ഏതാനും ചീളുകൾ മാത്രമാണ്. രോഗസന്ദർശനം നടത്തുകയും അഗതിക്ക് അന്നം കൊടുക്കുകയും പാവങ്ങൾക്ക് ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ ജനാസ പിന്തുടരുകയും, അങ്ങനെ എല്ലാ നന്മകളിലും ഇനിയും പ്രവാചകൻ ചോദിച്ചിരുന്നെങ്കിൽ അതിലൊക്കെ അബൂബക്കർ മുമ്പനാകുമായിരുന്നു. നിങ്ങൾ നോക്കണം, ആ റമദാൻ എന്നത് ഉറക്കത്തിന്റെ ദിവസമാണോ, ആലസ്യത്തിന്റെ സമയമാണോ, മടുപ്പിൻ്റെതാണോ, വെറുതെ സമയം തള്ളി നീക്കാനാണോ? അല്ല എന്നാണ് എൻ്റെ സഹാബികൾ പഠിപ്പിക്കുന്നത്. ബദർ യുദ്ധം നടന്നത് എപ്പോഴാണ് സഹോദരിമാരെ? ബദർ യുദ്ധം എന്ന ശത്രുവിനോടുള്ള ഇസ്ലാമിന്റെ ആദ്യത്തെ പോരാട്ടം നടന്നത് റമദാൻ 17-നാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മക്കം ഫത്ഹ് നടന്നത് എപ്പോഴാണ് സഹോദരിമാരെ? ഇസ്ലാം ലോകത്ത് ജയിച്ചടക്കി അവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിനം ഈ റമദാനിലാണ് എന്ന് തിരിച്ചറിയണം. ആലസ്യത്തിൻ്റെയും ഉറക്കിൻ്റെയും അതുപോലെ തന്നെ ഏതോ അർത്ഥത്തിൽ വിമുഖതയുടെയും ക്ഷീണത്തിൻ്റെയും മാസമാകരുത് റമദാൻ എന്നാണ് എൻ്റെയും നിങ്ങളുടെയും സഹാബികൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് എന്നറിയണം. റമദാനിലെ 10 പാഠങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ പരലോക ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം നിങ്ങളെ. 10 പാഠങ്ങളിൽ 5 പാഠം നമുക്ക് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും ആത്മീയതയോടുകൂടിയുള്ള ജീവിതമാണ് ഈ റമദാനിൽ നമുക്ക് കിട്ടാനുള്ള ആത്മീയമായ ഒന്നാമത്തേത്. അള്ളാഹുവിനോട് മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ അടുപ്പവും ഇഴയെടുപ്പവും ബന്ധവും സൂക്ഷിക്കുന്ന, അല്ല അവൻ്റെ വാക്കുകളിലൂടെ അവൻ്റെ വർത്തമാനങ്ങളിലൂടെ പാരായണം ചെയ്ത് അവനെ അടുക്കാൻ ശ്രമിക്കുന്ന മാസമാണിത്. നമ്മുടെ തെറ്റുകൾ കരിച്ചു കളയുന്ന, മായ്ച്ചു കളയുന്ന, പൊറുക്കലിൻ്റെ മറക്കലിൻ്റെ ദിനരാത്രങ്ങളാണ് റമദാൻ. നരക വിമുക്തിയുടെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ആത്മീയ ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ളതാണ്. നമുക്ക് പ്രവേശിക്കാനുള്ള അസുലഭമായ സന്ദർഭമാണ് റമദാൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഭൗതികമായ ചില നേട്ടങ്ങളെ കുറിച്ച് പറയാം. വിശപ്പിൻ്റെ, പാവപ്പെട്ടവൻ്റെ വിശപ്പിൻ്റെ വിളി നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നതാണ് റമദാൻ നമ്മെ പഠിപ്പിക്കുന്ന ഭൗതികമായ പാഠം. നമ്മുടെ ബന്ധങ്ങൾ, ഇഴയെടുപ്പങ്ങൾ എവിടെയൊക്കെയോ ശിഥിലമായിട്ടുണ്ടെങ്കിൽ, പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്താനും വിളക്കിയെടുക്കാനും അത് തിരിച്ച് ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും. അമ്മായിയുമായിട്ട് മരുമകൾക്ക് ബന്ധവിച്ഛേദനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സഹോദരിമാരോട് പറയുന്നത്, ഇത് വിളക്കി ചേർക്കാനുള്ള അസുലഭമായ സന്ദർഭമാണിത്. അമ്മായിമാരോടും മരുമക്കളോട് ബന്ധവിച്ഛേദനം നടത്തുകയും മിണ്ടാതിരിക്കുകയും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അവരോടൊരർത്ഥത്തിൽ ഏതോ അർത്ഥത്തിൽ വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന അമ്മായിമാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരുമക്കളോടുള്ള ബന്ധം വിളക്കി ചേർക്കാനുള്ള അസുലഭമായ സന്ദർഭമാണിത്. മാതാപിതാക്കളുമായി ബന്ധം വിച്ഛേദിച്ച ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ റമദാൻ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉണർത്തുപാട്ടാകണം. എൻ്റെ നൊന്തുവറ്റ മാതാപിതാക്കളോട് എന്തിൻ്റെ പേരിലാണെങ്കിലും, എന്നോട് ഏതർത്ഥത്തിലുള്ള അക്രമം ചെയ്തവരാണ്, വർത്തമാനം പറഞ്ഞവരാണെങ്കിലും ഞാൻ അങ്ങോട്ട് ബന്ധം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന, മക്കളോട് ബന്ധം മുറിച്ച മാതാപിതാക്കൾ ഈ അർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം, നിങ്ങൾ നൊന്തുവറ്റ മക്കളെ നിങ്ങൾ ചവിട്ടി പുറത്താക്കി അവരെ സ്വർഗത്തിൽ നിന്ന് അകറ്റി മാറ്റരുത് എന്നാണ് അവരോട് പറയാനുള്ളത്. ഓരോരുത്തരും അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ റമദാനിൽ ബന്ധം വിശുദ്ധമാക്കാനുള്ള അവസരമായി ഞാനും നിങ്ങളും ഈ റമദാനിനെ കരുതുന്നുണ്ടോ? അതല്ല കേവലം പട്ടിണി മാത്രം, കേവലം ഏതോ അർത്ഥത്തിൽ പട്ടിണി കിടക്കൽ മാത്രം, വിശപ്പും ദാഹവും മാത്രമാണോ എനിക്കും നിങ്ങൾക്കും റമദാൻ കഴിഞ്ഞാൽ ബാക്കിയാകുന്നത് എന്ന ചോദ്യം. മൂന്നാമത് ക്ഷമ, അസാമാന്യമായ ക്ഷമ. വെള്ളം കണ്ടാലും ഈ നോമ്പുകാലത്ത്
കടുത്ത ദാഹമുണ്ടെങ്കിലും തീക്ഷ്ണമായ ചൂടുണ്ടെങ്കിലും കുടിക്കരുത് എന്ന് എന്നോട് എൻ്റെ ക്ഷമ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വല്ലാതെ വിശപ്പുണ്ട്, പക്ഷേ കഴിക്കരുത്. എൻ്റെ നാഥൻ്റെ വർത്തമാനം ഞാൻ ശിരസ വഹിക്കുന്നത് കൊണ്ട് കഴിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് കേവലം വിശപ്പും ദാഹവും മാത്രമല്ല, എൻ്റെ നാഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൻ മറ്റുള്ളവരെ പരിഹസിക്കരുത്, അവരോട് അവമതിപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ ഉണ്ടാക്കരുത്, ഏഷണി പാടില്ല, പരദൂഷണം പാടില്ല, കളവ് പാടില്ല, ചതി പാടില്ല, വഞ്ചന പാടില്ല. ഇത് പഠിപ്പിച്ചതും എൻ്റെ നാഥൻ തന്നെയാണ്. ഞാൻ റമദാനിൽ ഭക്ഷണം കഴിക്കുന്നു എന്നവൻ അവിടെ നോക്കുന്നുണ്ട്, ഞാൻ അസമയത്ത് പകലിൽ വെള്ളം കുടിക്കുന്നു എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ അവൻ നോക്കുന്നുണ്ട്, ഞാൻ ഈ റമദാൻ കാലത്ത് ആരോടെങ്കിലും കയർത്ത് സംസാരിക്കുന്നുണ്ടോ എന്ന്, ആരോടെങ്കിലും ഏതോ അർത്ഥത്തിൽ പരദൂഷണം പറയുന്നുണ്ടോ എന്ന്, പരിഹസിക്കുന്നുണ്ടോ എന്ന്, ഏഷണി കൂട്ടുന്നുണ്ടോ എന്ന്. ഇതുകൂടെ സൂക്ഷിക്കാത്ത റമദാൻ കേവലം പട്ടിണി മാത്രം, അതുമാത്രം അല്ലാഹു കാണുന്നു എന്ന് വിചാരിച്ച് കഴിക്കാതിരുന്നിട്ട് മറ്റതൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന വിഡ്ഢിയായി ഞാനും നിങ്ങളും മാറരുത് എന്നാണ് പറയുന്നത്. ചീത്ത ശീലങ്ങൾ ഒഴിവാക്കാനുള്ള അസുലഭമായ സന്ദർഭമാണിത്. ആരോഗ്യം സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള സന്ദർഭമാണ്. ഭൗതികമായി കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ റമദാനിൻ്റെ ആമുഖം എന്നുള്ള നിലക്ക് റമദാനിൻ്റെ സന്ദേശം കൊടുക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. ഞാൻ പറയാൻ വിചാരിച്ചത് ഇതായിരുന്നില്ല, പിന്നീട് ഇത് ചേർന്ന് വന്നതാണ്. ഞാൻ പറയാൻ വിചാരിച്ച ചില കാര്യങ്ങളെക്കുറിച്ച്. ഈ റമദാനിൽ നമുക്ക് ഒരു പാരത്രിക ലോകത്തേക്കുള്ള ഒരു യാത്ര നടത്തണം. അവിടേക്കാണല്ലോ നമ്മുടെ സഞ്ചാരം. അതിനെക്കുറിച്ചൊരു ഉണർത്തുപാട്ട് മാത്രമാണ്. സഹോദരിമാരെ, നമ്മുടെ ജീവിത ചക്രം ഇങ്ങനെയാണുള്ളത്. നാം നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ 9 മാസം ചുരുങ്ങിയത് അവിടെ കടന്നു കഴിഞ്ഞ ആളുകളാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകളോ പറയാനുണ്ട്. മാതാവിൻ്റെ വയറ്റിൽ കിടന്നുള്ള 9 മാസം. ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞില്ല. ഉമ്മ നമ്മളെ ഭൂമിയിലേക്ക് പെറ്റുവീഴ്ത്തിയപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ജീവിതത്തിലെ 60-70 വയസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപൂർവം ചില ആളുകൾ 70-നപ്പുറം 80-ലേക്കും കടന്ന ആളുകൾ. ഞാൻ ഈ ജീവിതത്തെക്കുറിച്ച്, ഭൂമിയിലെ നാം ഇപ്പോൾ ജീവിച്ച ജീവിതത്തെക്കുറിച്ചും പറയുന്നില്ല. മരണമാണ് പിന്നെ നമ്മെ കൊണ്ടുപോകുന്നത്. മരണത്തെക്കുറിച്ചും പറയണമെങ്കിൽ ഒരുപാടുണ്ട്. ഈ സന്ദർഭം മാറ്റിവെക്കുന്നു. ഖബറിലെ ജീവിതത്തെക്കുറിച്ച്, ബർസഖിയായ ജീവിതത്തെക്കുറിച്ച് പറയാനുണ്ട്. അതിനെക്കുറിച്ചും ഞാൻ വിശദാംശങ്ങളില്ല. മഹ്ശറയെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ അതിൽ ടച്ച് ചെയ്യുന്നില്ല. അതിനുശേഷമുള്ള 2 ലോകത്തെക്കുറിച്ചാണ്, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ചില വർത്തമാനങ്ങൾ. അവസാനത്തെ സ്റ്റേജിനെ കുറിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ എന്നോടും എൻ്റെ സഹോദരിമാരോടും പറയുന്നത്. സഹോദരിമാരെ, ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ആർക്കോ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഒച്ച കൂട്ടി പറയാം. ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ട് ഒരു മനുഷ്യന്. ഒന്നാമത്തെ ഘട്ടം ഐഹിക പ്രാധാന്യമുള്ള, ഈ ശരീരത്തിന് പ്രാധാന്യമുള്ള ഒരു ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം. ഇപ്പൊ നമ്മൾ ഈ ഘട്ടത്തിലാണ്. ശരീരത്തെ പ്രാധാന്യമുള്ള 60-70 വയസ്സ് വരെ, ചിലപ്പോൾ അതിനപ്പുറം 80-90 വയസ്സ് വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ 60-ന് മുമ്പ്, 50-ന് മുമ്പ്, 40-ന് മുമ്പ്, എത്രയാണോ അള്ളാഹു നിശ്ചയിച്ചത് ആ കാലഘട്ടത്തിൽ. ഇതാണ് ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ആത്മീയമായ ബർസഖി ജീവിതമാണ്. ആത്മാവിന് പ്രാധാന്യം കിട്ടുകയും ശരീരം നുരുമ്പിത്തീരുകയും ഇല്ലാതായി മാറുകയും ചെയ്യുന്ന, പക്ഷെ ചിരഞ്ജീവിയായി ആ ആത്മാവ് ജീവിക്കുന്ന ആത്മീയ ലോകത്തെക്കുറിച്ചുള്ളതിനെ കുറിച്ചാണ് ബർസഖി ജീവിതം. മരണത്തിന് ശേഷം പരലോകത്തെത്തുന്നത് വരെ, അല്ലെങ്കിൽ അന്ത്യനാളാകുന്നത് വരെയുള്ള സമയമാണ് ബർസഖി ജീവിതം. ഈ ജീവിതം അതിനൊരു കാലമുണ്ട്, പക്ഷെ എത്രയാണെന്ന് എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോൾ ഭൂമിയിൽ ആദ്യമായി മരണപ്പെട്ട മനുഷ്യനാരാ? ആരാണ്? ആദമല്ല. ആദം ആദ്യം വെച്ചിട്ടില്ല. ഹാബീൽ എന്ന ആദമിൻ്റെ നല്ലവനായ മനുഷ്യൻ, ഹാബീൽ എന്ന ക്രൂരനായ മനുഷ്യന്റെ ചെയ്തിക്ക് പാത്രമായി ആ മനുഷ്യൻ ബർസഖി ജീവിതത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇനി എത്ര കാലം അദ്ദേഹത്തിന് കിടക്കണം? ആദ്യത്തെ മനുഷ്യൻ, 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ആദ്യത്തെ മനുഷ്യൻ, അവസാനത്തെ മനുഷ്യനും കൂടെ ചേർന്ന ഈ കാലഗണനയാണ് ബർസഖ് എന്ന് പറയുന്നത്. മരണത്തിന് ശേഷം ശരീരമില്ലാതാവുകയും ആത്മാവ് അല്ലാഹുവിലേക്ക് പോവുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ബർസഖി. ഞാൻ ഇതിനെക്കുറിച്ചും പറയുന്നില്ല. മൂന്നാമത്തെ ഘട്ടം, മനുഷ്യന്റെ ജീവിതത്തെ മൂന്നാമത്തെ ഘട്ടം പാരത്രിക ലോകമാണ്. അവിടെ ഒരേ സമയവും ആത്മീയമാണ്, ശാരീരികമാണ്.
അവിടെ ശാരീരികമായ പ്രാധാന്യമുള്ള, ആത്മാവിന് പ്രാധാന്യമുള്ള, രണ്ടിനും തുല്യ പ്രാധാന്യമുള്ള. ഭൗതിക ലോകത്ത് ശരീരത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. ശരീരത്തിന് വേണ്ടിയുള്ള പണം ഉണ്ടാക്കാനും ഭക്ഷണത്തിനും വാഹനത്തിനും വീടിനുമുള്ള നെട്ടോട്ടമാണ് ഭൗതിക ലോകത്ത്. ബർസഖി ജീവിതത്തിൽ അതൊന്നുമില്ലാതെ കേവലം ആത്മീയത മാത്രമുള്ള ജീവിതം. അത് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിൽ രണ്ടും കൂടെ ചേർന്ന ഒരു ലോകമാണ്. അതിന് കാലം എത്രയാണ് എന്ന് അല്ല, കാലമില്ല, അതിന് അനന്തമായ ഒരു കാലം. കാലമില്ലാത്ത കാലമാണ് പരലോകത്ത്. ആ പരലോകത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ 3 ഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്. ആദ്യം അതിലേക്ക് എത്തുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് 1-2 വർത്തമാനങ്ങൾ എന്ന് പറയാം. മരിക്കുമ്പോൾ എങ്ങനെയാകുമെന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം അന്ത്യനാൾ ലോകം മുഴുവൻ നശിക്കുന്ന ഒന്നിനെക്കുറിച്ചാണ് പിന്നെ പറഞ്ഞത്. ആദ്യത്തെ ഊത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് കാണിച്ചു. രണ്ടാമത്തെ ഊത്തിൽ മനുഷ്യൻ ഖബറിൽ നിന്ന് പുനർജനിക്കുന്നത് കാണിച്ചു. ഞാനും നിങ്ങളും അനുഭവിക്കാൻ പോകുന്ന ഒന്നിനെക്കുറിച്ച് ഒരു ചിത്രീകരണം മാത്രമാണിത്. ഇതിൻ്റെ എത്രയോ മടങ്ങ് ഭയാനകമായിരിക്കും അന്ത്യനാളിൻ്റെ അവസ്ഥ എന്ന് നാം സൂറത്ത് അവസാനത്തെ ജുസുൽ പറയുന്ന ആയത്തുകളിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാകും. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശബ്ദം കൊണ്ട് ലോകത്തെ മുഴുവൻ തകർക്കുന്ന ഒരൊറ്റ ഊത്തുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന, നക്ഷത്രങ്ങളും ഗാലക്സികളും ഒന്നുമില്ലാതായി മാറുന്ന, പ്രകാശം പൊലിയുന്ന, അതുപോലെ തന്നെ ഈ സമുദ്രങ്ങൾ കത്തിയാളുന്ന, ഭൂമിയും ചന്ദ്രനും ആകാശങ്ങളിലെ ഗോളങ്ങളുമൊക്കെ ഒന്നിച്ച് കൂട്ടിയിടിച്ച് തകർന്ന് തരിപ്പണമാകുന്ന രംഗം. എങ്ങനെയാണോ മനുഷ്യൻ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ അവൻ മരിച്ചു പോകുന്ന രംഗം. അതിനുശേഷമുള്ള പുനർജനി, മരണത്തിന് ശേഷം എന്തിന് നാം നോക്കണം. മരണത്തിനും പരലോകം എന്തിനാ നമുക്ക് പരലോകം? മറ്റൊരു ലോകം എന്തിനാ? ഇനിയൊരു ലോകം മരിച്ചാൽ അങ്ങനെ തീർന്നാൽ പോരായിരുന്നോ? ഖുർആനിൽ പറയുന്നുണ്ട്, ചില ആളുകൾ പറയുന്നു മരിച്ചു മണ്ണായി പോയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഗദ്ഗതം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് നമുക്ക് പരലോകം, മറ്റൊരു ലോകം എന്തിനാ? പറയും. യെസ്, അതാണ് ഒരു വാർഡ് മെമ്പറിൻ്റെ മറുപടിയാണത്. കൃത്യമായ മറുപടി. നീതി ഇവിടെ കിട്ടാത്തത് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് പൂർണ്ണമായ നീതി ലഭിക്കുന്നത് ഈ ലോകത്ത് സാധ്യമേ അല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 100 ആളുകളെ കൊന്ന ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഒരു നീതി എന്താ? 100 തവണ അയാളെ കൊല്ലണം, അത് കഴിയില്ല ഇവിടെ. അയാളെ ഒരിക്കൽ കൊന്നാൽ പോയി കഴിഞ്ഞു, അല്ലേ? ഈ മനുഷ്യന് നീതി കിട്ടിയിട്ടില്ല, അഥവാ അദ്ദേഹം കൊന്ന ആളുകൾക്ക് നീതി കിട്ടിയിട്ടില്ല. ഇത് പരലോകത്ത് സാധ്യമാണ്. ഇതിനു വേണ്ടിയാണ് പരലോകം. ഇനി നല്ലത് പറഞ്ഞു നോക്കുക. ഒരാൾ അനേകം മനുഷ്യരെ രക്ഷിച്ചിട്ടുണ്ട്, തലമുറകളോളം നീണ്ടു നിൽക്കുന്ന നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് നമുക്ക് പരമാവധി കൊടുക്കാൻ കഴിയുന്നത് എന്താ? ഒരു മെമൻറ്റോ, ഒരു പട്ടുടയോ, ഒരു വീടോ, ഒരു കാറോ മതിയോ? അത് പോരാ. കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന നന്മകളുള്ളവർക്ക് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന നീതി അയാൾക്ക് കിട്ടണം. അതിന് ഈ പരലോകം എന്നത് നിർബന്ധമാണ്. ഇഹലോകത്തതിന് സാധ്യമല്ല. ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്, ഇതൊരു പരീക്ഷാ അവധി മാത്രമാണ്. ഈ 10-60 വർഷം ഞാനും നിങ്ങളും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. അള്ളാഹു തന്ന പരീക്ഷയിൽ ഞാനും നിങ്ങളും എങ്ങനെ പെർഫോം ചെയ്യുന്നു, എത്രമേൽ അതിന് നമുക്ക് ഉത്തരം കാണാൻ കഴിയുന്നു, അതിൽ ഏതൊക്കെ തെറ്റുന്നു, ഏതൊക്കെ ശരിയാകുന്നു എന്ന് നോക്കാൻ വേണ്ടി നോക്കിയതിന് ശേഷമുള്ള ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ പിന്നെ പരലോകം എന്ന് പറയുന്നത്. മറ്റൊരു ലോകം എന്ന് പറയുന്നത് വിചാരണയെക്കുറിച്ചാണ് ഇനി പറയേണ്ടത്. നമ്മൾ മരിച്ചു, രണ്ടാമത്തെ ലോകത്തെല്ലാം തകർന്ന് അന്ത്യനാളും കഴിഞ്ഞു. ഇനി പിന്നെ പോകേണ്ടത് വിചാരണയാണ്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് വിചാരണ രംഗം. ഇതൊരു പ്രതീകാത്മകമായ വിചാരണ മാത്രമാണ്. അള്ളാഹു വിചാരണയുടെ അന്നത്തെ അൽ മലിക്കുൽ മുൽക്ക്, ലോകാധിരാജൻ, ലോകത്തിൻ്റെ രാജാധിരാജൻ എന്ന് പറയുന്നവൻ്റെ സന്നിധാനത്തിൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തവൻ എങ്ങനെ വിചാരണ ചെയ്യപ്പെടും, നല്ലത് ചെയ്തവൻ എങ്ങനെ വിചാരണ ചെയ്യപ്പെടും എന്ന് കാണിക്കുന്ന ഒരു രംഗം. ആദ്യത്തെ ദുഃഖകരമായ രംഗം കാണാൻ കഴിയാതെ മുഖം പൊത്തിയിരിക്കും. പക്ഷേ രണ്ടാമത്തേത് സുന്ദരമായ രംഗമാണ്. വിചാരണയ്ക്ക് ശേഷമുള്ള 2 അവസ്ഥകളെക്കുറിച്ചാണ് കണ്ടത്.
ദുഃഖകരമായ, പ്രയാസകരമായ, വേദനാജനകമായ രംഗം നമുക്കാർക്കും ഉണ്ടാകാതിരിക്കുമാറാവട്ടെ. ഇവിടെ രണ്ടാമത് കണ്ടത് അതീവ സുന്ദരമായ അനുഭവമാണ്. അതിലേക്കുള്ള ചവിട്ടുപടികളിലാണ് നാം ഉള്ളത്. അതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾക്ക് വിചാരണയാണല്ലോ. കർമ്മങ്ങൾക്ക് 3 തരം സാക്ഷികളുണ്ട്. ഞാനിവിടെ ചെയ്യുന്ന, നിങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആദ്യം നമ്മുടെ ശരീര അവയവങ്ങൾ തന്നെ സാക്ഷ്യം പറയും അള്ളാഹുവിനോട്. ഞാൻ ചെയ്ത കർമ്മങ്ങൾ എൻ്റെ വായ സീല് വെക്കുകയും കൈകളും കാലുകളും വർത്തമാനം പറയുന്ന, അള്ളാഹു ചോദിച്ചതിനുള്ള ഉത്തരം അവ പറയുന്ന, വായ വിചാരിച്ചാൽ പോലും പറയാൻ കഴിയാത്ത അവസ്ഥ. രണ്ടാമത്തേത് രേഖകളാണ്. ഇത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനും നിങ്ങളും ചെയ്തത്, കണ്ടത്, കേട്ടത്, പറഞ്ഞത്, പോയത്, വന്നത് എല്ലാം രേഖപ്പെടുത്തും. രേഖകളാണ് വിചാരണക്ക് നമ്മുടെ മുമ്പിലുള്ളത്. അത് വെച്ചിട്ടാണ് അള്ളാഹു തെളിയിക്കുക. മൂന്നാമത്തേത് ഭൂമിയാണ്. എവിടെ വെച്ചാണോ നാം എന്താണോ ചെയ്തത് അപ്പടി ഒപ്പിയെടുത്തിട്ടുണ്ടത്. ഈ 3 റെക്കോർഡുകൾ നമുക്ക് മായ്ച്ചാലും മായ്ക്കാൻ കഴിയാത്ത, അതിനെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത 3 രേഖകൾ. ഈ റെക്കോർഡുകൾ നോക്കിയിട്ടാണ് അള്ളാഹു നീതി മൂലം അവിടെ വിധിക്കുക. ഈ രേഖകളാണ്, ഈ വർത്തമാനങ്ങളാണ്, അല്ലെങ്കിൽ ഈ റെക്കോർഡുകളാണ്, ഈ CCTV ക്യാമറയാണ് അവിടെ അള്ളാഹു വിചാരണക്ക് വേണ്ടി എടുക്കുന്നത്. പരലോകത്ത് എത്ര വാസസ്ഥലമുണ്ട്? 2, 3 ഉണ്ട്. മൂന്നാമത്തേത് ഏതാ? നമുക്കറിയുന്ന സ്വർഗമാണ്, നരകമാണ്. മൂന്നാമത്തേത് ഏതാ അറിയും? അതിനെന്താ പറയാ? ഇടയിലുള്ളത് എന്താ പറയാ? ആറാഫ്. ആക്സൻറ്റ് ആറാഫ്. എന്താ ആറാഫ് എന്ന് പറഞ്ഞാൽ? രണ്ടിൻ്റെയും ഇടയിൽ. ആരാ അതിൽ കേടുക? രണ്ടിൻ്റെയും ഇടയിലുള്ളവർ. 50-50. ഞാൻ മനസ്സിലാക്കും. ഞാൻ എന്താ ടീച്ചർ പറയും? നന്മയും തിന്മയും ചെയ്ത് സമമായ ആളുകൾ. ഇയാളുടെ അങ്ങോട്ടും വിടാൻ പറ്റില്ല, അങ്ങോട്ടും വിടാൻ പറ്റില്ല. അള്ളാഹ് ത്രിശങ്കൂലാകുന്ന ഒരു സമയം. ത്രിശങ്കു സ്വർഗം എന്നാണ് ഇതിന് പറയാം. ആറാഫ്. ത്രിശങ്കു സ്വർഗം കേട്ടിട്ടില്ലേ? അങ്ങോട്ടും വിടാൻ വയ്യ, ഇങ്ങോട്ടും വിടാൻ വയ്യ. എന്നാ അവിടെ കിടക്കട്ടെ. ഒന്നുമില്ലാത്ത ഫ്രീ ലാൻഡ് എന്ന് പറയും. അവിടെ അപ്പുറം പോകാൻ പറ്റില്ല, അപ്പുറം പോകാൻ പറ്റില്ല. അവിടെ ഒരാളെ കൊണ്ടുപോകുന്ന ഒരു കഥ പറയുന്നുണ്ട്. കൊണ്ടുപോയിട്ട് അവിടെ കിടത്തുമ്പോൾ, അള്ളാഹു എന്നെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ ഒന്ന് നിർത്തിയാൽ മതി. സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ ഞാനൊന്ന് അത് കണ്ടട്ടെ. ഇവിടെ ഒന്നുമില്ലല്ലോ, ഇവിടെ രക്ഷയുമില്ല, ശിക്ഷയുമില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ കിടന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ ഒന്നുകൊണ്ട് നിർത്താൻ പറയുമ്പോൾ, അള്ളാഹ് എൻ്റെ അടിമ പറഞ്ഞതല്ലേ, ഒരു 50-50 ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തും. മൂപ്പരത് കണ്ടിട്ട് അന്തപ്പെടും, അന്താളിക്കും. അള്ളാഹുവിന് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. എൻ്റെ ഒരു കാല് അവിടെ ആയിക്കട്ടെ. ഒറ്റക്കാല് വയ്ക്കും. അള്ളാഹ് ചിരി വരും, നമുക്കിപ്പോൾ വന്നതുപോലെ. അത് ഇപ്പോഴല്ല, അടുത്ത ചോദ്യത്തിലാണ്. അയാൾക്ക് സ്വർഗീയ ആനന്ദത്തിൻ്റെ ഒറ്റക്കാലിൽ അനുഭൂതിയുടെ പരകോടിയിലെത്തും. അള്ളാഹുവേ പ്ലീസ് ഒരു കാലം കൂടെ, ഞാൻ ഈ അറ്റത്ത് നിന്നോളാം, അങ്ങോട്ടൊന്നും പോണ്ട, അറ്റത്ത്. അപ്പോഴാണ് ചിരി വരിക. അങ്ങനെ അറ്റത്തും കയറ്റും. ഈ മനുഷ്യനെ പിന്നീട് സ്വർഗത്തിലേക്ക് ചോദിച്ച് പോവും. അങ്ങനെ കയറ്റുന്നതാണ് കഥയല്ല, സംഭവമാണ്. പക്ഷേ ഇയാൾക്ക് നമ്മുടെ ആഗ്രഹം ഇതിൽ കടക്കാൻ ഏതായാലുമല്ല, ഇതിലും കടക്കാൻ പാടില്ല. നമുക്ക് ഇതിൽ തന്നെ പോകണം. 51% വാങ്ങിയാൽ മതി. ഈ പരീക്ഷയിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷയിൽ 51% മാർക്ക് വാങ്ങിയാൽ യു വിൽ ബി ദ ഫസ്റ്റ് വൺ. അഥവാ ആ നന്മകൾ 49 ആയാൽ യു വിൽ ബി ദ സെക്കൻഡ് വൺ. 50 ആയാൽ യു വിൽ ബി ഇൻ ദ തേർഡ് വൺ. വിച്ച് വൺ ഡു യു വിൽ ടു ചൂസ്? ഏത് തിരഞ്ഞെടുക്കും? 50 പോരാ, 49 ഏതായാലും പോരാ, 51 മുകളിൽ 100 വരെ സ്വർഗത്തിൻ്റെ പരകോടിയിൽ. ഞാൻ അതിനെക്കുറിച്ച് കാണിക്കാം. ഇവിടെ നമ്മുടെ ഉദ്ദേശം അവസാനത്തെ 2 അല്ല. ഞാൻ ഒരു സന്തോഷ വാർത്ത കൂടെ പറയാം. പ്രവാചകൻ, ഞാൻ പറഞ്ഞതൊന്നല്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അർത്ഥം അറിയാലോ? എന്താ പറഞ്ഞത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്.
മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. 49 സ്വർഗത്തിൽ കടക്കും വിശ്വാസിയാണെങ്കിൽ. എങ്ങനെ? അയാൾ 49% ശിക്ഷ അനുഭവിച്ചതിന് ശേഷം പോയി. ആദ്യം ഞാൻ പ്രതീക്ഷ തന്നു, പക്ഷെ പിന്നെ നിരാശയിലേക്ക് പോയി. 49% എത്ര തിന്മ ചെയ്തോ അത് മുഴുവൻ അനുഭവിച്ചതിന് ശേഷം പിന്നെ പൊയ്ക്കോ എന്ന് പറയും. നമുക്ക് ഒരാൾക്കും 49% ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളതിൻ്റെ ആഴം അറിയുന്നുണ്ടോ? നിങ്ങളറിയില്ലേ അടുപ്പിന്റെ വക്കത്ത് നമ്മളൊന്ന് കൈ തൊട്ടാലുള്ള അവസ്ഥ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളം ചൂടാവുക. അനേകായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് നരകത്തിലെ തീയിൽ ഉണ്ടാവുക. അതിൽ ഒരു നിമിഷാർദ്ധം പോലും അതിനടുത്ത് നിൽക്കാൻ കഴിയില്ല. ഒരു നിമിഷാർദ്ധം പോലും. നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്രൂദ് ശിക്ഷിച്ച ക്രൂരമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ അറിയില്ലേ? ആ മനുഷ്യനെ, ഈ നമ്രൂദ് എന്ന മനുഷ്യൻ എങ്ങനെയാണ് ഇബ്രാഹിമിനെ തീക്കുണ്ടത്തിലേക്ക് ഇട്ടെന്ന് അറിയില്ല നിങ്ങൾ? ഒരു വലിയ കവണ കൊണ്ടുവന്നു. തീ ദിവസങ്ങളും മാസങ്ങളോളം ആളി കത്തിച്ചു. ഒരു അഗ്നികുണ്ടാരമുണ്ടാക്കിയിട്ട് ആളി കത്തിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയാതെ ഇബ്രാഹിമിനെ കാതങ്ങൾക്കകലം ചവണയിൽ വെച്ച് വലിച്ചെറിഞ്ഞിട്ട് അതിലിട്ടു എന്നാണ് ചരിത്രം. അത്രക്കും തീഷ്ണമാണ് ഭൗതിക ലോകത്തെ ചൂട്. ആത്മീയ ലോകത്തെ നരകത്തിലെ ചൂട് അസഹ്യം എന്നല്ല പറയുക. 1000 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അനേകായിരം ഡിഗ്രി സെൽഷ്യസ് ആലോചിച്ച് നോക്കൂ. അടുത്ത് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, അവിടെ കടന്നിട്ട് സ്വർഗത്തിൽ പോകുന്നതാണോ വേണ്ടത്? അതല്ല, ഡയറക്റ്റ് സ്വർഗത്തിലോ? ഒരാളും അവിടെ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. അഥവാ 49 നിങ്ങൾ പെട്ടുപോകരുതേ എന്നാണ്, ഞാൻ പെട്ടുപോകരുതേ എന്നാണ് പ്രാർത്ഥന. 50 തൃപ്തനാകരുത് നാം, അതും പോരാ. ഇങ്ങനെ സ്വർഗത്തിൽ കിടക്കുന്നതിന് പകരം 51 ഒന്നുകൂടെ ആഞ്ഞു പിടിച്ചാൽ, ഈ റമദാനിൽ ഒന്നുകൂടെ ശ്രമിച്ചാൽ ഒരു മാർക്ക് കൂടെ കിട്ടും. ഒരു വർഷം നമുക്ക് ആയുസ് തന്നിട്ടുണ്ട് ഒരു റമദാനിൽ. എങ്കിൽ ഒന്ന് ആഞ്ഞു പിടിക്കാൻ ശ്രമിക്കൂ. നമ്മുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കൂ. ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ ശ്രമിക്കൂ. ഏതോ അർത്ഥത്തിൽ മനുഷ്യരോട് ചെയ്ത അക്രമങ്ങളിൽ നിന്ന്, അനീതിയിൽ നിന്ന്, അരുതാത്തതിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന്, മോശം വാക്കുകളിൽ നിന്ന്, മോശം കാഴ്ചകളിൽ, ചെയ്തികളിൽ, കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആർജവം കാണിച്ചവനാണ് 51%. കഴിയുമോ എന്ന് എന്നെയും നിങ്ങളോടുള്ള ചോദ്യമാണ്. പറ്റുമെങ്കിൽ നോക്കൂ. അപ്പോൾ നമുക്ക് ഹെൽ പാടില്ല, ഹെവൻ തന്നെ വേണം. നരകം പാടില്ല, സ്വർഗം തന്നെ വേണമെന്നാണ്. അഥവാ നരകത്തിലേക്ക് കൂപ്പുകുത്തണോ, സ്വർഗത്തിൻ്റെ ആരാമത്തിലേക്ക് ഉയർന്നു പൊങ്ങണോ എന്നതാണ് എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരുന്നവൻ ആശങ്കക്കും ആശങ്കക്കുമിടയിൽ നമ്മളിപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. ഞാനും നിങ്ങളും എവിടെ പോകും? അറാഫിലാണോ, നരകത്തിലാണോ, നഊദു ബില്ലാഹ്, അതല്ല സ്വർഗത്തിലാണോ എന്ന് ആശയുണ്ട്. സ്വർഗത്തിൽ നമ്മളൊക്കെ പോകും എന്ന കൃത്യമായ പ്രവാചകന്റെ സുവിശേഷമുണ്ട്. പക്ഷേ അത് നരകം തൊട്ടിട്ടാണോ? നരകത്തിൽ കിടന്നനുഭവിച്ച് യാതനകളും 49%, അനേകായിരം വർഷങ്ങളാണ് അതിന് പ്രതിഫലം. അത് കിട്ടിയിട്ട് പോണോ എന്നതാണ് ചോദ്യം. ആശങ്കക്ക് വകയില്ലാതെ ആശയോടെ പോകാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യശാലിയും വിജയശ്രീലാളിതനും എന്ന് നമ്മൾ തിരിച്ചറിയണോ? സ്വർഗത്തിൻ്റെ അതിൻ്റെ പരിമളത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങളറിയാം. സ്വർഗീയ ആനന്ദത്തെക്കുറിച്ച് പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു മനസ്സിനും വിഭാവന ചെയ്യാത്തതുമാണ്. ഇവിടെ ഏതോ ഒരു മനുഷ്യൻ വിഭാവന ചെയ്തത് കാഴ്ച തരികയാണ്. സ്വർഗീയ രംഗത്തേക്കുള്ള പോക്ക് ഇനി വേറെയുണ്ട് വിശദാംശങ്ങൾ. പക്ഷേ യഥാർത്ഥ സ്വർഗം എന്നത് ഇവിടുത്തെ പഴം പോലെ അവിടെ പഴമുണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താണ്, അത് എക്യുറേറ്റ് അല്ല. അതിന് രൂപം മനസ്സിലാകാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അഥവാ നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതാണ് സ്വർഗം. അതിനെക്കുറിച്ചാണ് നാം ഈ റമദാനിൽ സ്വപ്നം കാണുന്നത് എന്നാണ് ചരിത്രം. അതിലേക്ക് കയറിപ്പോകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വർഗത്തെക്കുറിച്ചൊന്ന് കാണാം. നമുക്ക് കാഴ്ചകൾ ഒരു കുറച്ചുകൂടെ ഉണ്ട്. രുചികരമായ നമ്മുടെ ഈ ടേസ്റ്റ് ബഡ്സ് ഇല്ലേ, ഇത് മൊത്തം
അതിനെ മൊത്തം ഉദ്ദീപിപ്പിക്കുന്ന, ഇപ്പൊ നമുക്ക് അല്പനേരം മാത്രം ഈ നാവിന്റെ ഭക്ഷണത്തിന്റെ രുചി ഈ ഒരു ചാൺ നാവിന് മാത്രമാണ് ഇപ്പോ. അല്ല, ശരീരം മുഴുവൻ അതിന്റെ ആനന്ദം അനുഭവിക്കും അവിടുത്തെ ഒരു ഭക്ഷണം കഴിച്ചാൽ. ഇത് മാത്രമല്ല, ഇതിൽ പറയുന്നത്, നിങ്ങൾ അറബി അറിയുന്ന ആൾ ഇത് കേട്ടിട്ടുണ്ടാവും. അവിടെ മൂത്രമൊഴിക്കില്ല, കാഴ്ചയ്ക്കില്ല, ദുഃഖമില്ല, പ്രയാസമില്ല, കരച്ചിലില്ല, പിഴിച്ചിലില്ല, അക്ഷമയില്ല, അനീതിയില്ല, അക്രമമില്ല, ഒന്നുമേ ഇല്ലാത്ത എല്ലാ പോസിറ്റീവ്സും അവിടെയുണ്ട്, ഒരു നെഗറ്റീവും അവിടെയില്ല. ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അതൊക്കെ അവിടെ ലഭിക്കുന്ന അതിസുന്ദരമായ ജന്നതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നിങ്ങളത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിഭാവന ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ ആകാവുന്നതാണ്. അവിടെയുള്ള വീടുകളെ കുറിച്ച്, ആറുകളെ കുറിച്ച്, അലാ സുറൂറിൻ മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായി നിന്നിട്ട് നർമ്മസല്ലാപങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. യുതാഫു അലൈഹിം ബികഅസിൻ മിൻ മഈൻ, മദ്യത്തിന്റെ ഉറവകളിൽ നിറഞ്ഞ ചട്ടകങ്ങൾ അവർക്കിടയിൽ. ചെറിയ കുട്ടികൾ, ചെറുപ്രായത്തിൽ മരണപ്പെട്ട ആളുകൾ ഇവിടെയുണ്ടെങ്കിൽ, മക്കൾ ചെറുപ്പത്തിലെ മരിച്ചുപോയ ആളുകളുണ്ടെങ്കിൽ അവരാണ് അവിടെ പരിചാരകരായി നമുക്ക് വരിക എന്നത് സുവാർത്തയാണ് പ്രവാചകന്റേത്. അവരാണ് ഇതൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചു തരിക എന്ന് കൂടെ പറയുന്നുണ്ട്. ഇവിടുത്തെ മദ്യം എന്നതല്ല, അവിടെ മത്തില്ലാത്ത അതീവ രുചികരമായ അനുഭവമാണ്. മനോഹരാക്ഷികളായ തരുണീമണികളുണ്ട് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് മനസ്സിലാക്കേണ്ടത്. ഖുർആൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഒരു ലിംഗത്തോട്. പുല്ലിംഗമാണ് ഖുർആൻ ഉപയോഗിച്ച എല്ലാ ശൈലികളും. നമസ്കരിക്കാൻ പറയുന്നത് പെണ്ണുങ്ങളോടല്ല പറയുന്നത്, വാക്ക് അല്ലേ? പുല്ലിംഗം ജമ്മാണ് പറയുന്നത്. എല്ലാം എടുത്ത് നോക്കിക്കോളൂ, പുല്ലിംഗമാണ്. ആ അർത്ഥത്തിൽ ഇവിടെ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും അതുപോലെ തന്നെ ലഭിക്കും എന്നാണ് അതിന് പ്രവാചകൻ പറഞ്ഞ മറുപടി. ഇനി നമുക്ക് ഇതിന്റെ മറുവശമുണ്ട്. ആനന്ദത്തിന്റെ കൊടുമുടിയിൽ നിർത്തിയിട്ട് പിന്നീട് ആ ഒരർത്ഥത്തിൽ തീയിൻ്റെ ആ ഊളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതിലെങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. അതിലെ പ്രവേശം അതിക്രൂരമായിരിക്കും, അതികഠിനമായിരിക്കും, അതിവേദനാജനകമായിരിക്കും, അതിദുഃഖകരമായിരിക്കും. സഹോദരങ്ങളെ, നരകത്തിലെത്തിയ ആൾ എന്ത് ചെയ്യുമോ അറിയാ? നരകത്തിൽ കൂടുതൽ വേദന അനുഭവിക്കാൻ വേണ്ടി തൊലി മാറ്റി മാറ്റി കൊടുക്കും അത്രേ. നിങ്ങൾ നോക്കി, അയാൾ ചെയ്ത ശിക്ഷയുടെ അള്ളാഹു ഒരു തരത്തിലും അനീതി കാണിക്കില്ല. പക്ഷെ ചെയ്ത തെറ്റുകളുടെ, കുറ്റങ്ങളുടെ, അധാർമികതകളുടെ, അക്രമത്തിൻ്റെ, അനീതിയുടെ, അഴിമതിയുടെ തോതനുസരിച്ച് തൊലി മാറ്റി മാറ്റി കൊടുക്കുന്നു നരകത്തിൽ വെച്ചിട്ട്. അനുഭവിക്കാൻ നീ അനുഭവിക്കണം. മനുഷ്യരെ ക്രൂരമായി കൊല്ലുന്ന ഭരണാധികാരികൾ അനുഭവിക്കണം. നമ്രൂദനെ പോലെ, ഫറോവയെപ്പോലെ പിഞ്ചു കുഞ്ഞിനെ കൊന്നവൻ അനുഭവിക്കാതെ പോകരുത്. ശരിയല്ലേ പറഞ്ഞത്? നീതിയല്ലേ അത്? അള്ളാഹു ഒരു തരുമ്പും, നമ്മൾ കഴിക്കുന്ന കാരക്കയുണ്ടല്ലോ, കാരക്കയുടെ പുറത്തൊരു പാടില്ലേ, പാട, ആ കുരുവിൻ്റെ പുറത്തുള്ള പാടയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പാടയുടെ അത്ര പോലും അള്ളാഹു ഒരാളോട് അനീതി കാണിക്കില്ല, നീതിമാനാണ്. എങ്കിൽ ആ നീതി പുലരുന്ന ഒരു ലോകത്തെയാണ് ഞാൻ നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഇന്ത്യയിലെ ക്രൂരമായ ഭരണാധികാരികൾ, വിശ്വാസികളെ അറുകൊല നടത്തുന്ന ആളുകൾ അനുഭവിക്കണം, അനുഭവിച്ചേ പറ്റൂ. അതാണ് നീതി. വിശ്വാസികളെ കാരണമില്ലാതെ അടിച്ചു കൊല്ലുന്ന മനുഷ്യർ അനുഭവിച്ചേ പറ്റൂ. തൊലി മാറ്റി മാറ്റി അനുഭവിക്കണം അവർ. അഥവാ വിശ്വാസികൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മനുഷ്യർക്ക് അതിന് പകരം സ്വർഗീയ ആരാമങ്ങൾ കിട്ടിയേ പറ്റൂ. ശരിയല്ലേ? ഇതാണ് നീതിയുടെ ലോകം. ആലമുൽ അദ്ൽ, നീതിയുടെ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് കിട്ടാനുള്ള ശ്രമമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ പെടാതെ അതിൽ പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, നരകത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ പറയാൻ കഴിയില്ല, അത് വിവരിക്കാൻ പോലും കാണിക്കാനും കഴിയില്ല എന്ന്. ഇതൊക്കെ പ്രതീകാത്മകമായ ചില കാഴ്ചകൾ എന്നതിലപ്പുറം ഒന്നുമല്ല, അത് അനുഭവിച്ചാലേ അറിയൂ. പക്ഷേ അനുഭവിക്കാതിരിക്കട്ടെ എന്നതാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന.
അങ്ങനെ കരിഞ്ഞു പോകുന്ന ഒരാൾ. അല്ലാത്ത നൊമ്പരങ്ങളുടെ അനുഭവങ്ങളുണ്ട് അവിടെ. നിങ്ങൾക്കും എനിക്കും കാണാൻ കഴിയാത്തത് കൊണ്ട് ഞാനിത് ഓഫാക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ കിടക്കേണ്ടുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇങ്ങനെയൊക്കെ വിശ്വാസിയായി ജീവിച്ചിട്ട് അവിടെ എങ്ങാനും കടക്കേണ്ടി വന്നാലുള്ള അവസ്ഥ. നമ്രൂദിനോടൊപ്പം, ഫറോവയോടൊപ്പം, ക്രൂരനായ ആളുകളോടൊപ്പം വിശ്വാസിയായ ഞാനും നിങ്ങളും കടന്നു പോയാൽ നമ്മളെക്കാൾ വലിയ ദൗർഭാഗ്യം ആരാളുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ കടക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവിടെ കടക്കാതെ സ്വർഗത്തിലേക്ക് പോകാൻ ഇനി എന്താണ് ഞാൻ ബാക്കി വെക്കേണ്ടത്? ഞാൻ ബാക്കി ചെയ്യാനുള്ളത് എന്ത്? മുഹമ്മദ് അലി ക്ലേയെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം പുകവലിക്കാറില്ല. അദ്ദേഹം പറയുന്ന ഒരു വർത്തനാണ്, ഞാൻ പുകവലിക്കാറില്ല, പക്ഷേ എപ്പോഴും തീപ്പെട്ടി പോക്കറ്റിൽ കരുതും. എപ്പോഴെങ്കിലും തെറ്റ് ചെയ്യുവാൻ മനസ്സിൽ പ്രേരണയുണ്ടായാൽ ഒരു തീക്കൊള്ളി കത്തിച്ചിട്ട് കയ്യിൽ ചൂട് വെക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, അലി, നിനക്ക് ഈ ചെറിയ ചൂട് പോലും സഹിക്കാനാവുന്നില്ല, പിന്നെ എങ്ങനെ അസഹനീയമായ നരകത്തിലെ ചൂട് സഹിക്കും? അദ്ദേഹം പറഞ്ഞ വർത്താനാണ്. മുഹമ്മദ് അലി ക്ലേ അറിയാലോ. ക്ലാഷ്യസ് ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യൻ, പിന്നീട് നന്മയുടെ നിറകുടമായി മാറിയ മനുഷ്യൻ. തൻ്റെ തെറ്റുകൾ ചെയ്യാനുള്ള ലാഞ്ചന പോലും, വാഞ്ചനയെ, ആഗ്രഹത്തെ തല്ലിക്കെടുത്തുന്നത് സ്വർഗത്തിനെക്കുറിച്ച്, നരകത്തിനെക്കുറിച്ച് പേടിച്ച് സ്വർഗത്തിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ്. കയ്യിൽ പൊള്ളിക്കും അദ്ദേഹം, റിയൽ പറയാണത്. അപ്പോൾ നരകം ഖുർആനിൽ ഒട്ടധികം സ്ഥലങ്ങളിൽ നരകത്തെക്കുറിച്ച്, ഈ കാഴ്ച, നേരത്തെ പറഞ്ഞ കാഴ്ചകളൊക്കെ നിങ്ങൾ നോക്കുന്നത് അത് വെറും കാഴ്ചയായിരുന്നില്ല, ഖുർആനിൽ പറഞ്ഞ ആശയങ്ങളുടെ അവതരണമായിരുന്നു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളെ ക്രൂരന്മാരായ നരകത്തിൻ്റെ കാവൽക്കാർ, മാലാഖമാർ ചവിട്ടിത്താഴ്ത്തുന്നതും തിരിച്ചതിലേക്ക് എറിയുന്നതും കൊത്തിത്തീരുന്നതും അവരുടെ വായിലേക്ക് നരകത്തിൻ്റെ വെള്ളം കൊടുക്കുന്നതും, ചുട്ടുപൊള്ളുന്ന നിങ്ങളെ ഹമീം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹമീം, അങ്ങനെയൊക്കെ കൊടുക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഖുർആനിൽ ഒട്ടധികം സ്ഥലങ്ങളിൽ. നിങ്ങൾ നരകത്തോട് ഞാൻ ചോദിക്കും, അല്ല പറയാണ്, നരകത്തോട് ചോദിക്കും, ഇനിയും ബാക്കിയും വേണോ വല്ലതും? ഇനിയും വയറിൽ ഇടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹൽ മിൻ മസീദ്, പോന്നോട്ടെ, എത്ര ഇട്ടാലും നിറയാത്ത വയറാണ് എൻ്റേത് എന്ന് നരകം വിളിച്ചു പറയുമത്രേ. നരകം അതിലേക്ക് ആ ആളെ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ, ഈ കിടക്കുന്നത് മനുഷ്യരും കല്ലുകളും നരകത്തിലെ ഇന്ധനമായി മാറുന്നതിനെക്കുറിച്ച്, നരകത്തിലെ ഇന്ധനമായിട്ട് മനുഷ്യനും കല്ലും മാറുന്നു. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. നരകത്തിൽ കടക്കാൻ കാരണമായ 3 കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്തേ നരകത്തിലെന്ന് നമ്മളഥവാ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, കിടന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഇണ, സ്വർഗത്തിൽ കിടക്കുന്ന ഇണ വന്നിട്ട് എൻ്റെ പൊന്നെ എന്തേ ഇവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കുന്നത്, ഞങ്ങൾ കൃത്യമായി നമസ്കരിച്ചിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കച്ചീള് കൊണ്ടെങ്കിലും, നിങ്ങൾ അത് ദാനം ചെയ്തുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കോളൂ. പ്രവാചകൻ പറയുന്നു, അലാ ഉഖ്ബിറുക്കും ബിമൻ തഹ്റുമു അലൈഹിന്നാർ, നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന, അത് നരകത്തെ തടയുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറയട്ടെ. അലാ കുല്ലി ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ സഹൽ, നരകം നിഷിദ്ധമാകുന്നത് ആർക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എളിമയും വിനയവും അടുപ്പവും ലാളിത്യവും ഉള്ളവർക്കാണ്. അഹങ്കാരവും അതുപോലെ തന്നെയുള്ള ജാടകളും അഹങ്കാരവും ആർത്തിയും കാണിക്കുന്ന ആളുകൾക്കല്ല. എളിമയും വിനയവും അടുപ്പവും ലാളിത്യവുമുള്ള ഹയ്യിൻ ലയ്യിൻ ഖരീബുൻ സഹൽ എന്നാണ് പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു. ഐനാനി ലാ തമസ്സുഹുമൻ നാർ, 2 തരം കണ്ണുകളെ, അതിൻ്റെ ഉടമകളെ നരകം സ്പർശിക്കുകയില്ല. ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുകളുള്ള ആളുകളെ നരകത്തിൽ കടക്കുകയില്ല. വ ഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണുകളുടെ ഉടമയെയും, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ട് രാത്രികൾ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച മനുഷ്യനെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
ഏതോ അർത്ഥത്തിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇസ്ലാമിക സേവനം ചെയ്യുക അങ്ങനെയുള്ള ആളുകളെയും കഴിയില്ല എന്നാണ് വിശുദ്ധ പ്രവാചകൻ പറയുന്നത്. ഒരു ദിവസം 3 തവണ നരകത്തിൽ നിന്ന് ആരെങ്കിലും, എന്നെ അവസാനിക്കുകയാണ്, ബാങ്ക് കൊടുക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒരു നരകം നിങ്ങൾക്ക് വേണ്ടി പറയും, അല്ലാഹുവേ എന്നെ തൊട്ടവനെ കാക്കണേന്ന്. ഞാൻ പറഞ്ഞതല്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരാൾ ദിവസവും 3 തവണ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിയാൽ അള്ളാഹുവേ അവരെ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് നരകം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അതുകൊണ്ട് മുടങ്ങാതെ അത് പറയൂ സഹോദരങ്ങളെ. എന്താണ് നാം എന്താണ് ചെയ്യേണ്ടത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ? നാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിശാചിനെയും പൈശാചിക പ്രവർത്തനങ്ങളെയും വെടിയാനുള്ള മനസ്സ് കാണിക്കണം. പിശാച് നമ്മളുടെ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ കരങ്ങളിലൂടെ, കണ്ണുകളിലൂടെ, മൊബൈലിലൂടെ, ചിന്തകളിലൂടെ, നമ്മുടെ മനസ്സിലൂടെ അത് കടന്നു വരുന്നുണ്ട്. പലപ്പോഴും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മെ ചെയ്യാൻ, കാണാൻ, പറയാൻ അത് പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് വിശ്വാസിയായി ജീവിക്കലാണ് ആദ്യം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇതാണ് നിങ്ങൾ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. നാഥ, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അതുമാത്രമേ ഉള്ളൂ, നരകത്തിൽ നിന്ന് രക്ഷ, സ്വർഗത്തിലേക്കുള്ള. ഈ പണിയെടുക്കുന്നത് മുഴുവൻ അതിനാണ്. ഈ നമസ്കരിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, നന്മ ചെയ്യുന്നത്, സുഹൃതം ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്, ദാനധർമ്മങ്ങൾ എല്ലാം അതിനാണ്. അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ പരമമായ ലക്ഷ്യം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് കടക്കാനുമുള്ള അദമ്യമായ ആഗ്രഹം മനസ്സിലുണ്ടാവുക. അതിന് പണിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ ലാ തശ്ഫി ഖൽഖനാ ബിന്നാർ, അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ يا رب العالمين. اللهم اعتق رقابنا من النار، اللهم اعتق رقابنا من النار، اللهم اعتق رقابنا ورقاب آبائنا ورقاب أمهاتنا من النار، اللهم اعتق رقابنا ورقاب أزواجنا ورقاب أولادنا من النار، اللهم اعتق رقابنا ورقاب أخواننا وأخواتنا من النار، اللهم اعتق رقابنا ورقاب أقربائنا ورقاب جيراننا من النار. എല്ലാ ആളുകളെയും നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. നാഥാ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ പ്രപിതാക്കളുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുണ്ട്. നരകത്തെ തൊട്ട് നാഥാ ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണമേ നാഥാ. സ്വർഗത്തിൻ്റെ ആരാമത്തിൽ പ്രവേശിപ്പിക്കാൻ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യാ സന്താനങ്ങളെയും എൻ്റെ സഹോദരീ സഹോദരന്മാരെയും നമ്മുടെ എല്ലാവരെയും അള്ളാഹു തുണക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന നിരന്തരം. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. കർമ്മങ്ങളിൽ അവസാനത്തേത് നന്മയാക്കണമേ നാഥ. അവസാനം തിന്മ ചെയ്ത് നരകത്തിൽ കടക്കുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാഥ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ നാഥ. അല്ലാഹുമ്മ അജിർനാ മിൻ ഖിസിയി ദുനിയ വഅദാബിൽ ആഖിറ. നാഥ, ഇവിടുത്തെ നിന്യത, നാളെ അവിടുത്തെ നിന്യത, അതിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങൾ പ്രായമായ മാതാപിതാക്കളുണ്ട്, അവർക്ക് നീ ദീർഘായുസ് നൽകി നന്മയിൽ ദീർഘായുസ് നൽകണമേ നാഥ. അവരുടെ കർമ്മങ്ങൾ സ്വർഗത്തിലേക്കുള്ള കാൽപ്പാടുകളാക്കി മാറ്റണമേ നാഥ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അവർക്ക് നീ സ്വർഗത്തിന്റെ ആരാമം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിലെ ബർസഖി ജീവിതം ആനന്ദപൂർണ്ണമാക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات. ربنا إنك مجيب الدعوات يا قاضي الحاجات برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.